രാജ്യത്തെ മുഴുവൻ വിചാരണ തടവുകാർക്കും ജാമ്യം നൽകുക എന്ന ആവശ്യമുന്നയിച്ച് SDPI കോഴിക്കോട് ജില്ലാ കമ്മിറ്റി റിപ്പബ്ലിക് ദിന സംഗമം സംഘടിപ്പിച്ചു. വടകര പുതിയ സ്റ്റാൻഡിൽ വെച്ച് നടന്ന പരിപാടി SDPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം NK റഷീദ് ഉമരി ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കോഴിക്കോട് SDPI ജില്ലാ കമ്മിറ്റി റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി വടകരയിൽ സംഘടിപ്പിച്ച രാജ്യത്തെ മുഴുവൻ വിചാരണ തടവുകാർക്കും ജാമ്യം നൽകുക എന്ന ആവശ്യമുന്നയിച്ച് റിപ്പബ്ലിക് ദിന സംഗമം സംഘടിപ്പിച്ചു. പരിപാടി SDPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം NK റഷീദ് ഉമരി ഉദ്ഘാടനം ചെയ്തു. ഭരണഘടന വിഭാവനം ചെയ്യുന്ന നീതി ഒരു വിഭാഗത്തിന് നിഷേധിക്കപ്പെടുകയാണെന്നും ഭീകര നിയമങ്ങളാണ് രാജ്യത്ത് രാഷ്ട്രീയ തടവുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കാരണമെന്നും ഭരണകൂടത്തെ വിമർശിക്കുന്നവരെ ലക്ഷ്യമാക്കി ഭീകര നിയമങ്ങൾ ചുമത്തി ജയിലിൽ അടക്കുന്ന സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ റിസോഴ്സ് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ ക്ഷേമത്തിനു വേണ്ടി, അവരുടെ വികസനത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം ഒരു പ്രത്യേക ജനവിഭാഗത്തിന്റെ താല്പര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ അതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരില് രാജ്യത്തെ ലക്ഷക്കണക്കായ ആളുകളെ മാവോവാദ ബന്ധങ്ങൾ ആരോപിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജയിലറുകൾ അടക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ഖനിജങ്ങള്, അത്തരത്തിലുള്ള റിസോഴ്സുകള് രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ പൊതുമേഖലയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ പേരില് അത് കുത്തക മുതലാളിമാർക്ക് അവരുടെ പാദങ്ങൾക്ക് കീഴിൽ അടിയറ വെച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ലാഭങ്ങൾക്ക് വേണ്ടി മാറ്റിക്കൊടുത്തപ്പോൾ അതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരില് നിരവധിയായ ആദിവാസികളും ദലിതുകളും അടക്കമുള്ള ആളുകളെ മാവോവാദ ബന്ധങ്ങൾ ആരോപിച്ചുകൊണ്ട് ഇന്ന് ജയിലിലടച്ചിരിക്കുകയാണ്. തങ്ങൾ ചെയ്ത കുറ്റം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ലക്ഷക്കണക്കായ സ്ത്രീകളും കുട്ടികളും അടക്കം വൃദ്ധന്മാരടക്കമുള്ള ആളുകള് രാജ്യത്ത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വിചാരണ തടവുകാരായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തില് അവർ ജാമ്യമാണ് നിയമം എന്നുള്ളത് 1977 ജസ്റ്റിസ് BR കൃഷ്ണയ്യര് അന്ന് അടിയന്തരാവസ്ഥയുടെ ആ കിരാത നിയമം അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഘട്ടത്തില് വളരെ കൃത്യമായിട്ട് പറയുകയും അതിന്റെ അടിസ്ഥാനത്തില് അങ്ങനെയാണ് നിയമവ്യവസ്ഥ നടപ്പിലാക്കപ്പെടേണ്ടത് എന്ന് വളരെ കൃത്യമായ ബോധ്യമുണ്ടാവുകയും ചെയ്യുമ്പോൾ തന്നെയാണ് ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ എതിരാളികളെ, പ്രതിപക്ഷ നേതാക്കന്മാരെ ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആളുകളായി മാറണമെന്ന് മാത്രമില്ല, മറിച്ച് ആരാണോ ഭരിക്കുന്നവർക്കെതിരെ ശബ്ദമുയർത്തുന്നത് അവരെ പിടിച്ച് ജയിലിലിടുക എന്നുള്ളൊരു സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പരിപാടിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ സഖാഫി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ KK നാസർ മാസ്റ്റർ, സെക്രട്ടേറിയറ്റ് അംഗം ഷറഫുദ്ദീൻ വടകര മണ്ഡലം പ്രസിഡന്റ് ഷംസി ചോമ്പാല, കുറ്റ്യാടി മണ്ഡലം പ്രസിഡന്റ് നവാസ് കണ്ണാടി, നാദാപുരം മണ്ഡലം പ്രസിഡന്റ് ഇബ്രാഹിം തലായി, പേരാമ്പ്ര മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് V എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.